ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് സാധനങ്ങൾ വാങ്ങണ വീഡിയോ ആയിട്ടാണ്. ഇവിടെ പുതിയതായിട്ടൊരു ലുലു ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ച് ഏതായാലും വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളതല്ലേ, അപ്പോൾ ഇവിടേക്ക് തന്നെ വരാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഷോപ്പിംഗ് വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ കാണുക, കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കുറേ സാധനങ്ങളൊന്നും വാങ്ങാനില്ല കേട്ടോ, കുറച്ച് സാധനങ്ങളെ വാങ്ങാനുള്ളൂ. പക്ഷേ ഞാൻ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തണേ, കാണാൻ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ ഓല് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെറുതെ എടുത്തതാണ്. പിന്നെ നമ്മളൊരു ഓയിലിൻ്റെ ക്യാൻ എടുത്ത്, ഒരു ഫയരി എടുത്ത്, പിന്നെ ഒരു സോപ്പിൻ്റെ പാക്കറ്റും എടുത്തിട്ടോ. പിന്നെ എനിക്കൊരു സോയ സോസ് ആവശ്യമുണ്ടേനി, അപ്പോൾ അതെടുത്ത്, പിന്നെ സോൾട്ട് എടുത്ത്, പിന്നെ പീനട്ട് ബട്ടർ കണ്ടപ്പം വാങ്ങണോ വേണ്ടേന്നിങ്ങനെ വിചാരിച്ച് വെറുതെ ഒന്ന് എടുത്ത് നോക്കിയത്. പിന്നെ കൊണ്ടുപോയിട്ട് വെറുതെ ആവുമോ, ഞാനും അങ്ങനെ നമ്മൾ പീനട്ട് ബട്ടർ അങ്ങനെ കഴിക്കലില്ല കേട്ടോ. അപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ അവിടേക്ക് തന്നെ തിരിച്ച് വെച്ച്. പിന്നെ ഈ മയോണൈസ് എടുത്തിട്ട് നൂറിൻ്റെ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഈ നൂറിൻ്റെ മയോണൈസ്. അപ്പോൾ അതങ്ങനെ കണ്ടപ്പോൾ അതെടുത്ത്. പിന്നെ എനിക്ക് മല്ലിച്ചപ്പ് ആവശ്യമുണ്ടേനി, അപ്പോൾ അതെടുത്ത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആവശ്യമുണ്ടേനി, പച്ചക്കായി, മുരിങ്ങാക്കോല്, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ്. നമ്മൾ ഒരാഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ വെജിറ്റബിൾസ് വാങ്ങിയാൽ ഒരാഴ്ച വെജിറ്റബിൾസാണ് കഴിക്കുക. ഒരാഴ്ചയിൽ 5 ദിവസം വെജിറ്റബിൾസ് കഴിക്കും. പിന്നെ 2 ദിവസം വ്യാഴാഴ്ച പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കും. വെള്ളിയാഴ്ച ബിരിയാണി, മന്തി അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യൽ. അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഉപ്പേരിക്കും കറിക്കൊക്കെ ഉള്ള വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. ഇവിടെ പിന്നെ കുറച്ച് മുളപ്പിച്ച ഐറ്റംസ് ഉണ്ട്, അതുപോലെ എല്ലാ തരം വെജിറ്റബിൾസും കട്ട് ചെയ്ത് കണ്ട് വെച്ചിന്. അതുപോലെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനും എല്ലാം ഗ്രേറ്റ് ചെയ്ത് ടൈപ്പ്, കട്ട് ചെയ്ത ടൈപ്പ്, അങ്ങനെ എല്ലാ തരത്തിലും ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ട് പാക്ക് ചെയ്ത് വെച്ചിന്. വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ തോല് ഒഴിവാക്കി വെച്ചിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വാങ്ങാവും നല്ലത്. അപ്പോൾ ടൈം ലാഭിക്കുകയും ചെയ്യാം, പെട്ടെന്ന് എടുത്ത് കുക്ക് ചെയ്താൽ മതിയാവുമല്ലോ. പിന്നെ
ഇവിടെ കുറച്ച് സലാഡുകളുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ, ഇങ്ങനെ സലാഡുകൾ ഇങ്ങനെ ആക്കി വെച്ചത്. കുറേ പ്രാവശ്യം ലുലുവിൽ വന്നിണെങ്കിലും ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാ ഭാഗവും എടുത്തപ്പോഴാണ് ഇതൊക്കെ തന്നെ ഞാനും കാണുന്നത്. നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം പോയിട്ട് ആ സാധനം മാത്രം എടുക്കുക സാധാരണ ചെയ്യൽ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കണ്ട് അങ്ങനെ എല്ലായിടത്തൊന്ന് ജസ്റ്റ് വന്ന് നോക്കിയപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. ഇതിങ്ങനെ എന്താ പറയുക, ലെമൺ വാട്ടർ, അതുപോലെ അങ്ങനെ പല ഫ്രൂട്ട്സും ഇതൊക്കെ ഇട്ടിട്ടുള്ള വാട്ടർ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി ഫുഡിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടോ. പിന്നെ ഇവിടെ നോക്കിയപ്പോൾ ആർക്കും ഒന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് റൂമിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ കുനാഫ ചോക്ലേറ്റ് ഉണ്ട്, അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ടോ. അങ്ങനെ ഇവിടുത്തെ നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടോ. ഈ നേരെ പോണത് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുഡൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഇത് ഇന്തോനേഷ്യൻ ഫുഡാണ്. ഇത് നമുക്കിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതിലുള്ള ആ ഒരു ബീഫിൻ്റെ കറി ഉണ്ടല്ലോ, അത് ഭയങ്കര ടേസ്റ്റാണ്. സൗദിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് കഴിച്ചോക്കെ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.